ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എത്തുന്നത്. ഇന്ന് കുഞ്ഞാവയുടെ 1ാം പിറന്നാളാണ്. അപ്പം ഞാനും അമ്മയും വാവയും കൂടെ രാവിലെ തന്നെ ഒരു അമ്പലത്തിൽ പോയേ. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് ചെലപ്പൂർ അമ്പലം. അപ്പോൾ രാവിലെയുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. രാവിലെ തന്നെ വേഗം പോയി. ആ ഒരു സമയത്താണ് നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. പൂജയൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ വാവയുടെ പേരിലാണെങ്കിൽ പുഷ്പാഞ്ജലിയും പായസമൊക്കെ കഴിപ്പിച്ചു. പിന്നെ അതിനുശേഷം അവിടെ ഒരു വലിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങിയേട്ടാ. മോളുടെ ബർത്ത്ഡേ പാർട്ടി വൈകുന്നേരമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് ആണെങ്കിൽ ഏച്ചിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 2 ടയർ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം സ്ക്വയർ ആയിരുന്നു. അതുകൊണ്ട് സ്ക്വയർ ടൈപ്പിലുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കിയത്. വാനില ഫ്ലേവർ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഇങ്ങനെ ഫ്ലേവേഴ്സൊക്കെ കഴിച്ച് ശരിക്കും മതിയായി. പിന്നെ എല്ലാവർക്കും ഏകദേശം ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് വാനില. അതുകൊണ്ട് നമ്മൾ വാനിലയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ നെയ്ബേഴ്സും റിലേറ്റീവ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെയൊന്നും വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ അച്ഛനും നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ കസിൻസ് ആണ്. എല്ലാവരും നേരത്തോടെ വന്നിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും നല്ല എൻജോയ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രസമായിരുന്നു ആ ഒരു ദിവസം. செவந்து புண்ணாக ஏதோ நானும் ஒளர கொஞ்சம் காதல் வளர உள்ள வெக்கம் வளர அவ வந்தா தேடியே தன்ன நேரம் நிக்குது மோகம் சுக்குது ഗേൾസ് ആകുമ്പോൾ നമുക്ക് ഡ്രസ്സിന് ഒത്തിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ അവളുടെ ഡ്രസ്സിന് ഒത്ത് കിട്ടിയതെന്ന് ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ കളറും നല്ല മാച്ചിങ് ആയിരുന്നു. കാണാൻ നല്ല ഈ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഏച്ചിയായിരുന്നു കൊണ്ടുവന്നത്. അതാണേൽ ഒത്ത രീതിയിലും കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മാച്ചിങ് ആയിട്ട് നോക്കിയിട്ട് ഡ്രസ്സൊന്നും എടുത്തതല്ല. അതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഇട്ടിട്ടൊക്കെ കാണുമ്പോൾ അതിനൊത്തിട്ട് ഒരു ഹെയർ ബാൻഡും മൊത്തത്തിലൊരു ബട്ടർഫ്ലൈ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷമാണെങ്കിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഫുഡാണെങ്കിൽ ബിരിയാണിയും പിന്നെ പാലട പായസമായിരുന്നു വെച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചേർന്ന് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഏട്ടൻ്റെ അമ്മയും പിന്നെ എൻ്റെ അച്ഛനുമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല അടിച്ചു പൊളിയായിരുന്നു കേട്ടോ. செவந்து புண்ணாக ஏதோ நானும் ஒளர கொஞ்சம் காதல் வளர உள்ள வெக்கம் வளர அவ வந்தா தேடியே தன்ன நேரம் நிக்குது மோகம் சுக்குது வானத்தில் അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം പറ്റാവുന്ന രീതിയിൽ വീടൊക്കെ നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഗിഫ്റ്റ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എനിക്കും അത് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനും അനിയനും അമ്മയും കൂടെ ചേർന്നിട്ടായിരുന്നു പൊട്ടിക്കുന്നത്. പിന്നെ വാവയാണേലും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കുറേ കടലാസൊക്കെ വാരി വലിച്ച് വായിലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം അവളെ പിടിച്ചു വെക്കാനും അതിനൊക്കെയായിരുന്നു സമയം ഉണ്ടായിരുന്നത്. ഇതൊന്ന് പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നതും ഭയങ്കര റിസ്ക്കാണ്. നല്ല രീതിയിൽ ഒട്ടിച്ചതൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഈ കത്രികയും കാര്യങ്ങളൊക്കെ മോളുടെ അടുത്ത് വെക്കുമ്പോഴത്തേക്കും അതും എടുത്തു പോകും. അപ്പോൾ എല്ലാം കൂടി ശ്രദ്ധിക്കണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ അനിയനാണ് വീഡിയോസൊക്കെ എടുത്തിരുന്നത്. അമ്മയാണേലും അടുത്തിരുന്നിട്ട് ആ കവറും കാര്യങ്ങളൊക്കെ വേഗം വേഗം എടുത്ത് വെച്ചുകൊണ്ടിരിക്കില്ല. അല്ലെ പിന്നെ മോളെടുത്ത് എല്ലാം വായിലിടും. പിന്നെ വേഗം പോയി കിടന്നുറങ്ങി. അപ്പോൾ അഭിപ്രായം കാര്യങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതൊരു ചെറിയൊരു വീഡിയോ മാത്രമായിപ്പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ ബൈ.
கொஞ்சம் காதல் வளர உள்ள வெக்கம் வளர அவ வந்தா தேடியே தன்ன நேரம் நிக்குது மோகம் சுக்குது பாடத்தி செவந்து புண்ணாக ஏதோ நானும் ஒளர கொஞ்சம் காதல் வளர உள்ள வெக்கம் வளர அவ வந்தா தேடியே தன்ன நேரம் நிக்குது மோகம் சுக்குது பாடத்தி செவந்து புண்ணாக ஏதோ நானும் ஒளர கொஞ்சம் காதல்